പയ്യന്റെ ജാതി എന്തമ്മേ പൈക്കൾക്കു പൈക്കളെന്നുള്ളതേ ജാതി പൂച്ചകൾക്ക് എത്ര മതങ്ങളുണ്ടമ്മേ പൂച്ചകൾക്കൊരു മതം മ്യാവൂ മ്യാവൂ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ 40ാമത് കലാജാഥയാണ് ഇവിടെ എത്തിയത്. ഇതെന്താ ചെയ്യുക? ആരാണ് ചോദിക്കുക? ആർക്കും ഒന്നും അറിയത്തില്ല. ഇങ്ങനെ കാവൽ നടക്കുന്നവരെ ഇവിടെ ആർക്കും അറിയത്തില്ലെന്നതാ. ഹലോ ഹലോ അവസാന നിമിഷം വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് പരിപാടി തുടങ്ങാൻ അല്പം താമസിച്ചത്. ഞാൻ ഷജീല സുബൈദ. ഞാനൊരു എഴുത്തുകാരിയാണ്. സാധാരണക്കാരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പക്ഷം ചേർന്നായിരുന്നു എൻ്റെ എഴുത്ത്. ശാരീരികമായും മാനസികമായും ഭീഷണിപ്പെടുത്തി. പിന്നെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഒടുക്കത്തെ സൈബർ ലിഞ്ചിങ്ങും. மலையாளம் குறைச்சு நான் வந்து தமிழ்நாட்டில் ஒரு பிளான்டேஷன்ல ஒர்க் பண்ணிட்டு இருந்தேன். 3 மாசமாய் பணியும் இல்ல பைசையும் இல்ல. நேற்று இல்லை நாளை இல்லை. ഹലോ ഗൈസ്, ഞാൻ രാഹുൽ രാജീവ്, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഗൈസ്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 3 മില്യൺ ഫോളോവേഴ്സ് ആണ്. 3 മില്യൺ ഫോളോവേഴ്സ്. ചെറുപ്പത്തില് അച്ഛൻ എന്നെ ഒരുപാട് നാടകങ്ങളും സിനിമകളും ഒക്കെ കാണിക്കാൻ കൊണ്ടുവരുന്നു. അങ്ങനെയാണ് എനിക്ക് ആദ്യം അഭിനയത്തോടൊരു താല്പര്യം തോന്നുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാലോ ചേച്ചി, നമ്മളെ പോലുള്ള സ്ത്രീകൾ എന്തോ ഒരു എഫേർട്ട് എടുത്തിട്ടാണ് ഇതുപോലുള്ള ഒരു വേദിയിലേക്ക് എത്തിച്ചേരാന്ന്. മാത്രമല്ല, ഈ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന മറ്റു പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനും ഞാൻ ആഗ്രഹിക്കുന്നു. സാമൂഹിക ആചാരങ്ങളിലും ലോകകാര്യങ്ങളിലും ആത്മീയ കുടുംബാന്തരീക്ഷങ്ങളിലും ഒരുപോലെ വിളങ്ങുന്നവളായിരിക്കണം. അതാണ് ഭാരതീയ നാരീ സങ്കല്പം. ചിതയിൽ നിന്നും കുതറിച്ചാടിയ റൂപ്കന്മാരനെ വീണ്ടും ചിതയിലാക്കി തള്ളിയിട്ടതോ അതൊക്കെ പണ്ടല്ലേ. ഇപ്പെല്ലാം കൂടല്ലേ, ശീലല്ലേ. കാലങ്ങളായി അടിച്ചമർത്തപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നവരാണ് സ്ത്രീകൾ. ഒരുപാട് അസമത്വങ്ങളും വിവേചനങ്ങളും നേരിട്ടുകൊണ്ടാണ് ഓരോ സ്ത്രീയും മുന്നോട്ട് വന്നിട്ടുള്ളത്. സാമൂഹ്യ നീതിയുടെ പ്രശ്നമാണ്. എല്ലായിടത്തും ഇത് സ്ഥാപിച്ചെടുക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. എല്ലാം ഉങ്ങൾക്കുതാ, ഞങ്ങൾക്ക് ഒന്നുമല്ല. ബസ്സിലെ റിസർവേഷൻ, ട്രെയിനിലെ റിസർവേഷൻ, എല്ലായിടത്തും റിസർവേഷൻ. കാത്തിരിക്കണമെന്നാണ് UN റിപ്പോർട്ടുകൾ പോലെ പറയുന്നത്. നമ്മുടെ ലോകസഭയിൽ 543 പേരിൽ 78 പേർ മാത്രമാണ് സ്ത്രീകൾ. വെറും 14%. ഈ സ്ത്രീ പുരുഷൻ എന്നതിലുപരി എല്ലാ ജെൻഡർ ഐഡന്റിറ്റികളെ, അതായത് ട്രാൻസ്ജെൻഡർ, നോൺ ബൈനറി, ഇന്റർസെക്സ്, ജെൻഡർ ഫ്ലൂയിഡ് തുടങ്ങിയ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മാറ്റമാണ് ഉണ്ടാവേണ്ടത്.
വികസനം വേണ്ടെന്നല്ല പറഞ്ഞു, പക്ഷെ അത് ഇന്നത്തെ തലമുറയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാവും വരും തലമുറയും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം വികസനം ആസൂത്രണം ചെയ്യാൻ. നമുക്ക് പരിസ്ഥിതിയും വേണം, വികസനവും വേണം. പക്ഷേ ഒരാളുടെയും ആദ്യ പൂർത്തീകരിക്കാൻ ഈ ഭൂമിക്ക് സാധിക്കില്ല. നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം സമയത്തിന് അറിയോ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ.